തെക്കൻ മധ്യ കേരളത്തിൽ സമവായത്തിലെത്താനാകാതെ എൻഡിഎയിൽ കലഹം തുടരുകയാണ്. കോട്ടയത്തിനു പുറമെ ഇടുക്കിയിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള നീക്കം BDJS ആരംഭിച്ചു. കൊല്ലത്ത് ബിന്ദുകൃഷ്ണയ്ക്കെതിരെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കോട്ടയം നഗരസഭ തിരുനക്കര വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി ലതിക സുഭാഷ് മത്സരിക്കും. കോട്ടയം പള്ളിക്കാത്തോട്ടിൽ NDA വെട്ടിലാക്കി ഒറ്റയ്ക്ക് മത്സരിക്കാൻ BDJS തീരുമാനമെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള BDJSന്റെ നീക്കം. ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും സീറ്റ് ആവശ്യപ്പെട്ടുവെങ്കിലും BJP നേതൃത്വം അംഗീകരിക്കാത്തതാണ് തർക്കത്തിന് കാരണം. കൊല്ലത്ത് DCC ഓഫീസിന് മുൻപിൽ ബിന്ദുകൃഷ്ണയ്ക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കൊല്ലൂർവിള സീറ്റ് ബിന്ദുകൃഷ്ണ വിറ്റെന്ന പോസ്റ്ററിൽ ആരോപിച്ചു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെന്ന ബിന്ദുകൃഷ്ണ പറഞ്ഞു. ആ ഡിവിഷനിൽ അങ്ങനെ BJPക്ക് കാര്യമായ ഒരു പങ്കാളിത്തം, വലിയ കാര്യമായ രാഷ്ട്രീയ അടിത്തറയുള്ള സ്ഥലമൊന്നുമല്ല. BJP ചിത്രത്തിൽ പോലും ഇല്ല. എന്നിട്ടും BJP ഏജന്റ് എന്നൊക്കെ പറയുന്നത് ആസൂത്രിതമായി എനിക്കെതിരെയുള്ള ഏതോ കോണിൽ നിന്ന്, അത് തീർച്ചയായും രാഷ്ട്രീയ എതിരാളികളായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസ്സുകാരെ ഒരിക്കലും അത് ചെയ്യില്ല. കോട്ടയം നഗരസഭ തിരുനക്കര വാർഡിൽ NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ് മത്സരിക്കും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്ന ലതിക നിയമസഭാ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് 2021 കോൺഗ്രസ് വിട്ട് NCPയിൽ ചേരുകയായിരുന്നു. കുന്നംകുളത്ത് പോലീസ് കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തും മത്സരരംഗത്തിറങ്ങും. ചൊവ്വന്നൂർ ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് സുജിത്തിന്റെ മത്സരം. കൊച്ചിൻ കോർപ്പറേഷനിൽ മത്സരത്തിൽ ഇല്ല എന്ന് V4 കൊച്ചി വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA രണ്ടാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശിവസേന ഒരു സീറ്റിൽ മത്സരിക്കും. മീഡിയ 1 തിരുവനന്തപുരം.